ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് പൊടി കിട്ടിയപ്പോൾ അന്ന് തൊട്ട് വിചാരിക്കുന്നതാണ് ഇലട ഉണ്ടാക്കണമെന്ന്. അപ്പം അങ്ങനെ ഓരോ ദിവസം മടി കാരണം കൊണ്ട് അതിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയി. അവസാനം ഇന്ന് അത് ഉണ്ടാക്കി കഴിച്ചിട്ടേ ഇരിക്കൂ എന്നുള്ള ആ ഒരു വാശിക്ക് അങ്ങോട്ട് നിന്നു. കുറേ അവിടെ ഇവിടെയൊക്കെ തപ്പി വാഴടല കിട്ടാണ്ടായില്ല കേട്ടോ. അവസാനം ഞാനത് ഒപ്പിച്ചു. അപ്പം അങ്ങനെ ഇലയും കിട്ടി, ബാക്കിയുള്ള എല്ലാം സെറ്റാക്കി വെച്ചു. തേങ്ങ, ശർക്കര, ഒരിത്തിരി നല്ല ജീരകം, ഏലക്ക പൊടിച്ചത് അതൊക്കെ കൂടെ മിക്സാക്കി വെച്ചു. നമ്മുടെ മാവും കുഴച്ചു. എല്ലാ പണികളും നമ്മളിങ്ങനെ അടുപ്പിച്ച് വേഗം വേഗം കഴിച്ചു വെച്ചാൽ നമ്മുടെ പരിപാടി ഫാസ്റ്റായിട്ട് കഴിയും. അപ്പോൾ അതേ ആ കുഴച്ചു വെച്ച മാവിന്ന് ഒരു ഉരുളെടുത്തിട്ട് നമ്മുടെ ഇലയിൽ വെച്ച് കൊടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് പരത്തി കൊടുക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ തിന്നായിട്ടുള്ള രീതിക്ക് ഇട്ടാൽ കട്ടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ചുട്ട് കഴിഞ്ഞാൽ ആ ഒരു സൈഡ് ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കും. അപ്പോൾ അതേ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പരത്തി കുറച്ച് വെള്ളമൊക്കെ തടവി അങ്ങോട്ട് പരത്തി നമ്മുടെ ഇല നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫില്ലിങ്സും കൂടെ ഇട്ട് കൊടുക്കണം. നമ്മൾ പുഴുങ്ങിയെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി ആ ഒരു സെൻറ്റർ പോർഷനിൽ. ഈ ഒരു ചുട്ടെടുക്കുന്നതാവുമ്പോൾ നന്നായിട്ട് എല്ലായിടത്തേക്കും ഒരുപോലെ ആവുന്ന രീതിക്കൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. തേങ്ങയ്ക്ക് ഭയങ്കര ക്ഷാമമാണ്, അപ്പോൾ അതുകൊണ്ട് പിശുക്കിയിട്ടൊക്കെ ആട്ടാ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഏകദേശം എല്ലായിടത്തും കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി അതൊന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും സെറ്റായി കിട്ടും. അപ്പം അങ്ങനെ നമ്മുടെ ഫസ്റ്റ് തട നമ്മളിതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും നമ്മൾ അതുപോലെ അങ്ങോട്ട് പരത്തി അതിൻ്റെ ഉള്ളിലും ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതേ നമ്മൾ ആ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ളൊരു 6 അട കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം അങ്ങനെ എല്ലാ പരത്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് അങ്ങോട്ട് ചുട്ടെടുക്കാം. നമ്മൾ ചട്ടിയും അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതേ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുത്ത് കഴിയണം. നമ്മുടെ ഈ ഒരു ചട്ടിയിൽ ആ ഒരു ഇല വെച്ചപ്പോഴത്തേക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കൂടുതലുണ്ടോ എന്നൊരു സംശയം. കാരണം നമ്മൾ അത്യാവശ്യം നല്ല വലിയ അടയാട്ടം ഉണ്ടാക്കുന്നേ. പിന്നെ അതൊന്ന് ചൂടൊക്കെ തട്ടിയിട്ടൊക്കെ ഒന്ന് ചുരുങ്ങിയപ്പോൾ നമ്മുടെ ഇലയുടെ സൈസ് ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞു. അപ്പം നമ്മുടെ ചട്ടിക്ക് ഓക്കെ ആയി. അങ്ങനെ അതേ ഇനി 2 സൈഡും അപ്പുറം ഇപ്പുറമൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിച്ച് വേവിച്ചിട്ടൊക്കെ അങ്ങോട്ട് എടുക്കണം. ഇതിൻ്റെ അടിഭാഗം മിക്ക ഇല ചുട്ടെടുക്കുമ്പോഴും ഇതിൻ്റെ അടിഭാഗത്ത് ഒരു കട്ടി പോലെ ഉണ്ടാവും വേവായിക്കാം. അപ്പോൾ അതങ്ങനെ ഈ ഒരു ഇലയുടെ 2 ഭാഗവും കൈ വെച്ച് പിടിച്ച് അതിൻ്റെ താഴ്ഭാഗം ചട്ടിയിലാവുന്ന രീതിക്കൊക്കെ വെച്ച് പിടിച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പച്ച ടേസ്റ്റ് ആ ഒരു സൈഡിലൊക്കെ കാണും. അപ്പം അങ്ങനെ അതേ നമ്മളത് മറിച്ചിടാനായിട്ടുള്ള ചെറിയൊരു യുദ്ധമായിരുന്നു. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ചട്ടക്കും. അപ്പോൾ രണ്ടും കൂടെ ആയിട്ട് അങ്ങോട്ട് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ സക്സസ് ആയി നല്ല അടിപൊളിയായിട്ട് മറിച്ചിട്ടു. ഇനി എല്ലാ ഭാഗവും മുരിഞ്ഞങ്ങോട്ട് വരട്ടെ. അതുവരെ നമുക്ക് ഇങ്ങനെ നോക്കിയിരിക്കാം. ഇത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഞാൻ പോയില്ല. ഈ ഒരു പരിപാടി കഴിയുന്നത് വരെ ഞാൻ ഈ ഒരു അടുപ്പിൻ്റെ കടക്കെ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇനി ഇതൊന്ന് കഴിച്ച് കിട്ടണം എന്നുള്ളൊരാഗ്രഹം കൂടെ നന്നായിട്ട് വന്നു. ഇതുവരെ ഉണ്ടാക്കാനുള്ള മടി, ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിച്ചിട്ട് അങ്ങോട്ട് കഴിക്കാന്നുള്ളൊരാഗ്രഹം കൂടായിരുന്നു. അപ്പം നമ്മൾ ഓരോ സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് നമ്മുടെ ഇലയുടെ ഷേപ്പൊക്കെ മാറിയില്ലേ, നല്ല വടി പോലെ ഉണ്ടായിരുന്ന ഇലതേ ചുക്കി ചുളിഞ്ഞുകൊണ്ടിരിക്കുക. അവസാനം നന്നായിട്ട് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അടിഭാഗം വേവണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പിടിച്ച് കുറച്ച് സാഹസമൊക്കെ വേണം. അപ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഒക്കെ താഴ്ഭാഗം വേവാതെ നമുക്കൊരു ഇഷ്ടപ്പെടാത്ത രീതിക്കാവട്ടെ ഉണ്ടാവുക. അപ്പം നമ്മുടെ ഇലയുടെ ഷേപ്പൊക്കെ മാറി ഏകദേശം നമ്മുടെ ഇലയുടെ വെന്ത് എന്നുള്ളതിൻ്റെ പരുവാട്ടോ ഈ ഇലയുടെ ഷേപ്പ് മാറുന്നേ. ഇനി ഇത്തിരിയും കൂടെ ഒന്ന് കരിയാനുണ്ട്. അപ്പോഴാണ് കറക്റ്റായിട്ട് നമ്മുടെ ഇല വെന്തു എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനെ അതേ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ തുറന്നു നോക്കുന്നുണ്ട് ആയോ എന്ന്. അപ്പം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയെന്ന് മനസ്സിലായി. ഒന്നും കൂടെ അപ്പുറം ഇപ്പുറമൊക്കെ തിരിച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് മൊരിയാനുണ്ട്. ആ ഇലയുടെ കളറ് കുറച്ചും കൂടെ ഒന്ന് മാറണട്ടാ. അപ്പം അതുവരെ നമ്മളിത് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങോട്ടും മറിച്ചിട്ട് ഇങ്ങോട്ടും മറിച്ചിട്ട് നമ്മുടെ ചട്ടക്കൊക്കെ വെച്ചൊന്ന് അമർത്തിയൊക്കെ കൊടുത്തു. എങ്ങാനും വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അതിനെ ഇലയുടെ ഉള്ളിലൊക്കെ ആക്കി വീണ്ടും മൊരിപ്പിക്കാൻ വെക്കണ്ടേ. അപ്പം എനിക്ക് 2ാം പണിയാവും. അപ്പം അതുകൊണ്ട് സമയം എടുത്തിട്ട് എന്നെ അങ്ങോട്ട് ആക്കി. കണ്ടില്ലേ, ഈ ഒരു പരുവം നമ്മുടെ ഇല വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ അട കറക്റ്റായിട്ട് പാകത്തിന് വെന്തു. അപ്പം ഇതുപോലെ നമ്മളിനി ബാക്കിയുള്ള എല്ലാ അടയും ചുട്ടെടുക്കണം. അപ്പം അങ്ങനെ അതേ നമ്മുടെ ഇലയടൊക്കെ സെറ്റായി. ഇലയിൽ നിന്നൊക്കെ മാറ്റി ഒരിത്തിരി ഏലക്കായൊക്കെ ഇട്ടിട്ടുള്ള ലൈറ്റായിട്ടുള്ളൊരു കട്ടനും ഉണ്ടാക്കി. ഇനി ഞാനിത് അങ്ങോട്ട് കഴിക്കാമെന്നുള്ളൊരൊറ്റ ആഗ്രഹം മാത്രം. പിന്നെ അത് കട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നും കൂടെ വിചാരിച്ചു കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ നമ്മുടെ ആ ഒരു ഫില്ലിങ്സ് ആയിട്ടുണ്ടോയെന്നും കൂടെ അറിയണ്ടേ. എൻ്റെ ആ ഒരു പിശുക്ക് കൊണ്ടാണ് ഇത്തിരിയും കൂടെ ലാവിഷാക്കുക എന്നുണ്ടെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ.
എന്നാലും കുഴപ്പമില്ല, ഉള്ളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ കഴിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.